Hi, I'm Sabith, Sabith Ali. ഞാൻ ജോഷ് ടോക്സ് എന്നൊരു മീഡിയ ഹൗസിൽ മലയാളം റീജിയന്റെ ഹെഡ് ഓഫ് കോണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ജോഷ് ടോക്സ് എന്ന് പറഞ്ഞത് ഒരു ഇമ്പാക്ട് മീഡിയ ഓർഗനൈസേഷൻ ആണ്. ഇന്ത്യയിലെ എല്ലാ റീജിയണൽ ലാംഗ്വേജസിലും അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ് ഇതിന്റെയൊക്കെ പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. And we have apps that provide courses and everything, courses for different life skills. So ഇതിന്റെ പുറമെ വേറെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരാം. ഓക്കെ, എന്റെ മുന്നേ ഓക്കെ, ബേസിക്കലി ഞാനിപ്പോ സംസാരിക്കാൻ വന്നത് ഒരു പോയിന്റ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. ദാറ്റ് ഈസ് there is life and success outside the science stream or whatever considered as the best. Okay. പൊതുവെ കണ്ടുവരുന്നൊരു രീതിയായിരുന്നു എന്റെയൊക്കെ 10th ടൈമിൽ, അല്ലെങ്കിൽ 10th കഴിഞ്ഞാൽ ഉടനെ സയൻസ് എടുക്കുക എന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി ഞാനും അതന്നെയായിരുന്നു ചെയ്തത്. ഇപ്പോഴും ആ രീതിക്ക് വലിയ മാറ്റമൊന്നുമില്ല തോന്നുന്നു. ഞാൻ എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞത് മാസ് കമ്മ്യൂണിക്കേഷനിലാണ് ഫ്രം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. 10th കഴിഞ്ഞ് സയൻസ് എടുക്കാൻ എനിക്കൊരു റീസണേ ഉള്ളൂ. സയൻസ് എടുത്താൽ പിന്നെ ഏത് സ്ട്രീമിലേക്കും പോവാം, ബാക്കിയുള്ളത് എടുത്താൽ അത് പറ്റില്ലല്ലോ. ലൈക്ക് ഇപ്പൊ എനിക്ക് സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ളതിലേക്ക് വേണമെങ്കിൽ പിന്നീട് എനിക്ക് മാറാൻ പറ്റില്ല. നേരെ മറിച്ച് എനിക്ക് കൊമേഴ്സോ ബാക്കിയൊക്കെ പിന്നീട് എടുക്കാം. ഒരു എബോ ആവറേജ് ടു ഗുഡ് അതിന്റെ ഇടയിൽ വരുന്നൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അപ്പോഴാണ് നമ്മള് ഇതൊക്കെ റിയലൈസ് ചെയ്ത് വരുന്നത്, ഇതല്ലായിരുന്നു എന്റെ ഏരിയ എന്നുള്ള കാര്യം. നമുക്കൊക്കെ ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇത് പറഞ്ഞു തരാൻ ആരില്ലായിരുന്നു ഇങ്ങനത്തെ വിഷയങ്ങളില്. നമ്മൾ അതിലേക്ക് ഇറങ്ങിയിട്ട് വേണം അത് മനസ്സിലാക്കിയെടുക്കാൻ. എനിവേ, ആസ് യൂഷ്വൽ എല്ലാ സയൻസ് സ്റ്റുഡൻസിനെയും പോലെ ഞാനും എൻട്രൻസ് കോച്ചിങ്ങിനും ഒക്കെ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു റിയലൈസേഷൻ പീരീഡ് ആണ്, അല്ലാതെ നമ്മൾ ഇതിലൊന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ല. അപ്പോ എൻട്രൻസ് എഴുതി റിസൾട്ട് വന്നപ്പോ എന്താ പറയാ, വലിയ എന്തോ റാങ്കാണ് വന്നത്. അപ്പോ ഈ കിട്ടും, ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ കിട്ടും കേരളത്തില്. പക്ഷെ ഇതാണ് റാങ്ക് എന്ന് കേട്ടപ്പോ, അങ്ങനെ വീട്ടിൽ കേട്ടപ്പോ ഏതെങ്കിലും കോളേജിൽ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് ഫാമിലിയിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു. ആക്ച്വലി അത് ശരിയായിരുന്നു, ദാറ്റ് വാസ് ആക്ച്വലി ട്രൂ. അപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഒരു ആവറേജ്, എന്താ പറയാ, ഒരു ആവറേജ് എഞ്ചിനീയർ ആവുന്നതിനേക്കാളും അല്ലെങ്കിൽ ഒരു ഗ്രോത്ത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തൊരു സ്ഥലത്ത് ഞാൻ നിൽക്കുന്നതിൽ എന്താണ് അർത്ഥം എന്നുള്ളത്. അങ്ങനെ ലൈക്ക് ഒരു 1000 ആൾക്കാർക്കിടയിൽ ഒരാളായി ഒരു ആവറേജ് എഞ്ചിനീയറായി നിൽക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ചൂസ് ചെയ്യേണ്ട ടൈമാണെന്ന് തോന്നി തുടങ്ങുന്നതൊക്കെ അപ്പോഴാണ്. സ്റ്റിൽ ഞാൻ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മീഡിയ റിലേറ്റഡ് കോഴ്സ് എടുക്കുക എന്നതായി പിന്നെ നമ്മുടെ അടുത്തൊരു ലക്ഷ്യം. ഇപ്പൊ കോളേജിലെല്ലാം അഡ്മിഷൻസ് അവസാനിക്കാറായിരുന്നു. എനിവേ, ഞാൻ കമ്പാരിറ്റീവ്ലി എന്റെ അടുത്തുള്ള ഒരു കോളേജ്, ജെംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്ന് പറയും, രാമപുരം, അതിലവിടെ മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻ എന്ന സബ്ജക്റ്റിൽ ബാച്ചിലേഴ്സ് എടുത്തു. കാര്യം എനിക്ക് വേറെ ഇവിടെ മീഡിയ റിലേറ്റഡ് കോഴ്സസിന് ഉള്ള ഒരു ആക്സസോ അല്ലെങ്കിൽ അതിനെ പറ്റി ഒന്നും അറിയില്ല. പക്ഷെ എന്റെ ഇൻട്രസ്റ്റ് ഇതിലാണെന്നുള്ളത് എനിക്ക് പല ഇൻസ്റ്റൻസിലായിട്ട് ബോധ്യപ്പെട്ടൊരു കാര്യമാണ്. അങ്ങനെ ആഫ്റ്റർ എ പോയിന്റ് നമ്മൾ ഈ താല്പര്യമില്ലാതെ ചെയ്യുന്ന എന്ത് നമുക്ക് സ്ട്രെസ്ഫുൾ ആയി തുടങ്ങും എന്നുള്ളതാണ് ഒരു പോയിന്റ്. അങ്ങനെയാണ് ഞാൻ ഒരു മീഡിയ റിലേറ്റഡ് ഫീൽഡിലേക്ക് വരുന്നതും എന്റെ ബാച്ചിലേഴ്സ് ഞാൻ മൾട്ടിമീഡിയ കമ്മ്യൂണിക്കേഷൻസ് എടുക്കുന്നതും. അതിനുശേഷം എൻട്രൻസ് എഴുതി ഡിഗ്രി കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു ബോധം വന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് പിന്നെ HCU എൻട്രൻസിലൂടെ കിട്ടുന്നത്. ഓക്കെ, ഇപ്പൊ ഞാന് എന്റെ പെർമനന്റ് ജോബ് കൂടാതെ തന്നെ ഞാനിപ്പോ ഫ്രീലാൻസ് ആയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് ബിഗ് ബോസ് എന്നൊരു റിയാലിറ്റി ഷോ ഉണ്ട്, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബിഗ് ബോസിന്റെ സീസൺ 2 ലൈവ് പ്രൊഡ്യൂസർ ആയിരുന്നു. പിന്നെ വേറെ കുറച്ചുകൂടെ ഒരു ഇന്റർനാഷണൽ ഷോ ആയ മാസ്റ്റർ ഷെഫ് ഇനി റീജിയണലി വരുന്നുണ്ട് മലയാളത്തിൽ. സോ അതിന്റെ സീനിയർ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറാണ് ഞാൻ. അതുപോലെ ചില ആഡ് ഏജൻസികൾക്ക് മീഡിയ കൺസൾട്ടിങ് ചെയ്യുന്നുണ്ട്. വേറെ ഫീച്ചർ ഫിലിംസും ഒക്കെ നമ്മുടെ പൈപ്പ് ലൈനിലുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്ത മേഖലകളാണ് പറഞ്ഞത്. ഒരു മീഡിയ പേഴ്സൺ ഇല്ലാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഇല്ല.
അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഇല്ല. അത് ഇപ്പൊ വലിയൊരു കോർപ്പറേറ്റ് കമ്പനിയാണെങ്കിൽ ദേ നീഡ് കമ്മ്യൂണിക്കേഷൻ അനലിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഫ്രം ഒരു സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ, ഒരു സ്റ്റാർട്ടപ്പ് തൊട്ടിട്ട് ഒരു വലിയൊരു MNC ആണെങ്കിൽ പോലും ദേ നീഡ് someone for their communication needs, പ്രൊഫഷണലി ചെയ്യുന്ന. സോ അതിന്റെ സാധ്യതകൾ അങ്ങനെ പോകുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടാണ് പ്രൈമറിലി ഞാൻ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, ഇപ്പൊ എന്റെ കൂടെ പഠിച്ച പലരും പിന്നെ വലിയ MNC-കളിലൊക്കെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ ഈ ഒരു സൊസൈറ്റൽ നോംസ് എന്താണ് എന്ന് കരുതി, അല്ലെങ്കിൽ എല്ലാരും എന്ത് ചെയ്യുന്നു എന്ന് നോക്കി ചെയ്യാതെ കൃത്യമായി അന്വേഷിച്ച് നിങ്ങൾക്ക് അതിലൊരു ഫ്യൂച്ചർ ഉണ്ടോ എന്ന് പഠിച്ചിട്ട് വേണം ഓരോന്ന് ചൂസ് ചെയ്യാൻ. There are umpteen number of opportunities in commerce and humanities too. Like, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല് ജസ്റ്റ് ഡോണ്ട് ബി ദാറ്റ് ആവറേജ് ഗൈ, അല്ലെങ്കിൽ നമ്മുടെ ഒരു എഫേർട്ട് കൊടുക്കാത്തത് കൊണ്ട് നമ്മളൊരു ഇഷ്ടമില്ലാത്തൊരു സ്ട്രീമിൽ പോയി അവസാനിച്ചൊരു നമ്മളാ ഒരു എന്താണ് ഇങ്ങനെ ഒഴുക്കിനൊപ്പം പോയി ഒരു ആവറേജ് ആയി പോവാതെ അതിന് പകരം താല്പര്യത്തോടെ നിങ്ങളുടെ സബ്ജക്ട് ചൂസ് ചെയ്യുക, അത് ഏതാണെങ്കിലും. ഓക്കെ, അപ്പൊ അതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. ഇപ്പൊ ഞാൻ ഒരിക്കലും ഇത്ര വലിയ ഷോകൾ ചെയ്യുന്നതോ ഒന്നും കരുതിയതല്ല. ഇപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒരു പ്രിപ്പയർഡ് ആയിട്ടാണ് ഞാൻ എന്റെ കരിയർ ചൂസ് ചെയ്തിരുന്നെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ആർ ബിഗർ, മനസ്സിലായില്ലേ? അപ്പൊ അതാണ് ബേസിക്കലി പറയാനുള്ളത്. സോ ഇപ്പൊ വളരെ ആവശ്യമുള്ള ഒരു സർവീസ് ആണ് Prepwise ഇപ്പൊ കൊണ്ടുവരുന്നത്. എന്താണ്, ഇറ്റ് വിൽ ഹെൽപ് സ്റ്റുഡൻസ് ടു റീഅഷ്യൂർ ആൻഡ് ചൂസ് ദെയർ പാത്ത്. Prepwise ടീമിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.